എന്തുണ്ട് എല്ലാവരും ഓണം സെലിബ്രേഷനൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇന്നാണ് ഞങ്ങൾ കോളേജിൽ ഓണം സെലിബ്രേഷൻ വരുന്നത്. ഞാൻ എത്തിയ സമയത്ത് ഞങ്ങൾ 3 പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ അവിടെ നിന്ന് എടുത്തു. അത് കഴിഞ്ഞിട്ട് സാരംഗ് സാറിൻ്റെ കൂടെ ആയിരുന്നു ഞങ്ങൾ പ്രോഗ്രാം നടക്കുന്ന അവിടെ പോയത്. പയ്യാമ്പലത്ത് വെച്ചിട്ടായിരുന്നു പ്രോഗ്രാം. കണ്ണൂർ ടൗണിൽ ഇറങ്ങി കഴിഞ്ഞപ്പോൾ നമുക്ക് ശരിക്കും ആ ഒരു ഓണം വൈബ് കിട്ടും. ശരിക്കും ഇതിങ്ങനെ കാണാൻ തന്നെ എന്ത് രസമാണ്. പോകുന്ന വഴി മുല്ലപ്പൂവൊക്കെ വാങ്ങി അതൊക്കെ ഞങ്ങൾ തലയിൽ ചൂടി. ഇന്ന് രാവിലെ എണീറ്റപ്പോൾ ഇവിടെ ഭയങ്കര മഴയായിരുന്നു കേട്ടോ. അത് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഇന്നത്തെ ഓണം സെലിബ്രേഷൻ എന്താവുന്നുള്ളൊരു ടെൻഷനായിരുന്നു. അങ്ങനെ ഞങ്ങൾ പയ്യാമ്പലത്തെത്തി. ഇവിടെ വെച്ചിട്ടാണ് ഇപ്രാവശ്യത്തെ ഓണം സെലിബ്രേഷൻ നടക്കുന്നത്. സ്റ്റുഡൻസ് അവിടെ ഫുള്ള് സെറ്റാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ അവരുടെ ഡ്രസ് കോഡും ഒക്കെ കാണാനായിട്ട് നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ ഇതാ ചെണ്ടക്കാരൊക്കെ വന്ന് എൻട്രി ഒക്കെ തുടങ്ങി. അങ്ങനെ മൊത്തത്തിൽ നല്ല കളറായിരുന്നു. പുറത്ത് ചെണ്ടമേളത്തിൻ്റെ കൂടെയുള്ള തുള്ളലൊക്കെ കഴിഞ്ഞ് എല്ലാവരും അകത്ത് കയറി. അകത്ത് വെച്ചിട്ടായിരുന്നു ഡാൻസും പാട്ടും ഒക്കെ ഉണ്ടായത്. ഓണം വരാനായി എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ ഒരുപാട് സമയമുള്ളത് പോലെ തോന്നും, ഒരുപാട് ടൈം കിട്ടുന്നത് പോലെ തോന്നും. എന്നാൽ ഓണം വന്നു കഴിഞ്ഞാലോ ലാസ്റ്റ് എത്തുമ്പോഴത്തേനും ഒന്നിനും സമയം കിട്ടാത്ത പോലെയാവും. എന്നാൽ എല്ലാ പെർഫോമൻസും ഒന്നിനൊന്നും വെച്ചായിരുന്നു. സത്യം പറഞ്ഞാൽ ഓരോരുത്തരെ നമുക്ക് കണ്ടിട്ട് പോലും അറിയണില്ലായിരുന്നു. കാരണം നമ്മൾ ക്ലാസ്സിൽ നിന്ന് കാണുന്ന ആളുകളെ എല്ലാ ഒരു പ്രോഗ്രാമൊക്കെ വന്നിട്ട് കാണുമ്പോൾ സ്റ്റുഡൻസിൻ്റെ മാത്രമല്ല കേട്ടോ, ഞങ്ങളെ വകയുണ്ടായിരുന്നു ഒരു ചെറിയ ഡാൻസ്. ഞങ്ങൾ ഇന്നലെ 4 മണിക്ക് ശേഷമാണ് സത്യം പറഞ്ഞാൽ ഈ ഒരു 2 മിനിറ്റിൻ്റെ ഡാൻസ് ഒന്ന് പഠിച്ചെടുത്തത്. അങ്ങനെ ഡാൻസും പാട്ടൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നു. നല്ല അടിപൊളി സദ്യയായിരുന്നു കേട്ടോ. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായി. ഞങ്ങൾ എല്ലാവരും നല്ല ആസ്വദിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഫുഡ് കഴിച്ച് കഴിഞ്ഞത് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ഞാൻ ഇന്നായിരുന്നു വീട്ടിൽ പോകുന്നത്. ഫോണിൽ ചാർജും കൂടി തീരാനായതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ അധികം ഒന്നും എടുക്കാൻ നിന്നില്ല. പെട്ടെന്ന് തന്നെ ഫുഡ് കഴിച്ചിട്ട് അവിടെ നിന്ന് ഓടി. സോ ഇനി അടുത്ത വീഡിയോയിൽ പറയാം.